ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോയമ്പത്തൂരത്തെ ബാക്കി വിശേഷം കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ മാരേജ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കോയമ്പത്തൂർ കറങ്ങാനായിട്ട് ഇറങ്ങി. ഫസ്റ്റ് ഞങ്ങൾ പോയത് പോത്തീസിലാട്ടാ. നമ്മുടെ കോയമ്പത്തൂർ വന്നിട്ട് പോത്തീസിൽ പോയില്ലെങ്കിൽ പിന്നെ റെഡി അല്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോത്തീസിലാണ് കയറിയത്. എൻ്റെ പൊന്നു ഒരു പൂരത്തിനുള്ള തിരക്കുണ്ടേ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് പോത്തീസിൻ്റെ എപ്പോഴും തിരക്കാന്നുള്ളത്. ഇപ്പോൾ ചെന്നപ്പോഴും അത് ഫുൾ തിരക്ക്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലത്തെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കൽ കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്. ഫുൾ തിരക്കായിരുന്നു കേട്ടോ. നല്ല വലിയ ഷോപ്പാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാരിക്കാന്ന് തോന്നുന്നുണ്ട് ഓഫേഴ്സും കാര്യങ്ങളും. അവിടെ മെയിനായിട്ട് സാരിയാണ്, ചുരിദാർ മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളുണ്ട്. എന്നാലും കൂടുതൽ ഓഫേഴ്സും സെലക്ഷനും എല്ലാം സാരികൾക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ സാരികൾ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മമ്മിക്ക് ഒരു സാരി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ കുറച്ച് സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. മെയിനായിട്ട് ഞങ്ങൾ ആദിയോഗി കാണാൻ പോകാനായിട്ടായിരുന്നു. കോയമ്പത്തൂർ വന്നിട്ട് അവിടെ പോയി ഇങ്ങനെ റെഡി ആവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആദിയോഗി കാണാനായിട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് 7:30 അവിടുത്തെ ലേസർ ഷോ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു 6:30 എത്തി. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു കഫേയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച്, വേറെ ഒന്നല്ല, ഞാൻ റോസ് മിൽക്കും ബജ്ജിയും അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോ ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് ഒരു 7 മണിയോട് കൂടി ഞങ്ങൾ ആദിയോഗിയുടെ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നു. നല്ല മഴയായി തുടങ്ങി. നല്ല മഴ മാത്രമല്ല, നല്ല കാറ്റും. പിന്നെ ഒരു പ്രത്യേക ഫീലാട്ടാ. നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ നല്ല ഒരു പ്രത്യേക ക്ലൈമറ്റും പിന്നെ അതിൻ്റെ ചുറ്റും മലകളും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പ്ലേസ്. പക്ഷെ നമുക്ക് കുടയൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല, അതുപോലെ കാറ്റും കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഈ മഴയത്തും കാറ്റത്തും കുടയൊക്കെ പിടിച്ച് ഒരു കണക്കിന് അവിടെ നിന്ന് ഒരു 7:15 അവരുടെ പൂജകൾ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറേ പേരുണ്ടായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ജനത്തിരക്കായിരുന്നേ. പാർക്കിങ്ങും എല്ലാം ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മഴയത്തും ഇതിനൊക്കെ നിന്ന് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ. ലാസ്റ്റ് ഒരു 7:15 ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇതായി കാട്ടി അപ്പം തന്നെ പോയി. അല്ലാണ്ട് നമ്മുടെ ലൈറ്റ് ഷോ അങ്ങനെയായിട്ട് സ്റ്റാർട്ട് ചെയ്യണില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരെല്ലാവരും പതുക്കെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ശ്രദ്ധിച്ച്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയണത് ഇന്നത്തെ മഴയും കാറ്റെല്ലാം കാരണം ഇന്നത്തെ ലേസർ ഷോ ക്യാൻസലാക്കിയെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേട്ടപ്പോൾ നല്ല വിഷമമായിട്ടാണ്. കാരണം നമ്മൾ കോയമ്പത്തൂർ വന്ന് കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അത് ഇത്രയും നേരം മഴയത്തും കാറ്റത്തും നിന്നിട്ട് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 11:45-12 മണിയോട് കൂടി നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.